കർത്താവിൻ്റെ പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും സഹോദരിമാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവും തൻ്റെ വരവിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിഞ്ഞിട്ടും ഇനിയും ഉണരുന്നില്ല എങ്കിൽ, ഇനിയും നമ്മൾ ഒരുങ്ങുന്നില്ല എങ്കിൽ വളരെ അടി കിട്ടുമെന്നാണ് കർത്താവിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കാലഘട്ടത്തെ മാത്രം, നിങ്ങൾ ഈ കാലലക്ഷണങ്ങളെ മാത്രം വിവേചിച്ചാൽ പോരാ, നിങ്ങൾ ഈ സമയത്തെ വിവേചിക്കണം, കാലഘട്ടത്തെ വിവേചിക്കണമെന്ന് കർത്താവ് നമ്മളോട് വ്യക്തമായിട്ടും മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ നമ്മളും വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലലക്ഷണങ്ങളെ മാത്രം പോരാ, ആകാശത്തിലെ ഭാഗങ്ങളെ മാത്രം വിവേചിച്ചാൽ പോരാ, മറിച്ച് കാലഘട്ടത്തെ നാം വിവേചിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു നിശ്ചയം നമുക്കുണ്ടായിരിക്കണം എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇതൊക്കെയും കാണുമ്പോൾ ഒരു ഭക്തന്റെ ഉള്ളിൽ ദൈവവചനം ഉള്ളിലുള്ള യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയം, ഇതൊക്കെ കാണുമ്പോൾ, നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരു പിടപ്പുണ്ടാകുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, സമയം അടുത്തും, കാലം തികഞ്ഞും, ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിരിക്കുന്നത്, താഴ്ചകൾ വന്നിരിക്കുന്നത്, പരാജയങ്ങൾ വന്നിരിക്കുന്നതും എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തി നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കൃപ ചെയ്യും. അതുകൊണ്ട് കാലഘട്ടം വളരെ മോശമാണ്. ലോകം മുഴുവൻ വൃത്തികേടുകൾ കൊണ്ടും മ്ലേച്ഛത കൊണ്ട്, അശുദ്ധി കൊണ്ട്, അനീതി കൊണ്ട്, അധർമ്മം കൊണ്ടും ലോകം മുഴുവനും പടർന്ന് പന്തലിക്കുകയാണ്. നോക്കണം, സകല വ്യാജത്തോടും സകല കുരുട്ടു ബുദ്ധിയോടുകൂടെ, തന്ത്രങ്ങളോടുകൂടെ സാത്താൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ വളരെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയും സമർപ്പണവും ആവശ്യമാണ്. വചനം പറയുന്നു, ഒരുത്തൻ ഒന്ന് തെറ്റിയാൽ സകലത്തിലും തെറ്റിപ്പോയി. നോക്കണം, 99 നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരെണ്ണത്തിൽ തെറ്റിപ്പോയി. ആ ഒരെണ്ണത്തിൽ നോക്കണം, നമുക്കറിയാം, ഏകദേശം ഒരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു മോഡറേഷൻ മാർക്ക് കൊടുക്കും, ഒരു പാസ് മാർക്ക് കൊടുത്ത് 210. എൻ്റെ സമയത്തൊക്കെ 210 ആയിരുന്നു. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും പാസ്സായി പോകട്ടെ എന്ന് വിചാരിച്ച് അവരൊരു പാസ് മാർക്കും കൊടുക്കും, ഒരു ഏകദേശമൊക്കെ ഒരു മാർക്ക് കിട്ടിയാൽ. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അങ്ങനെ പാസ് മാർക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. ദൈവരാജ്യത്തിൽ 100% ജയിക്കുന്ന ഒരു വിശുദ്ധന് മാത്രമേ, ജയജീവിതം നയിക്കുന്ന ഒരു വിശുദ്ധന് മാത്രമേ, ഈ ലോകത്തെ ത്യജിച്ച ഒരു വിശുദ്ധന് മാത്രമേ, പാപത്തോട് പോരാടി അതിനെ കീഴടക്കി അതിനെ ജയിച്ച ഒരു വിശുദ്ധന് മാത്രമേ, അതെ, ജഡമോഹങ്ങളെയും കൺമോഹങ്ങളെയും ജീവനത്തിന്റെ പ്രതാപങ്ങളെയും ജയിച്ച, എന്ന് വെച്ചാൽ ജഡം, ലോകം, പിശാചം, ഇതിനെ ജയിച്ച ഒരു വിശുദ്ധന് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ എന്നും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. അസാരം പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവനും നശിപ്പിച്ചു കളയുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. നോക്കണം, ഒരു പാത്രം മുഴുവനും നല്ല മാവ നിറഞ്ഞിരിക്കുകയാണ്, പക്ഷെ ഒരു ശക്കല, ഒരു തുള്ളി പുളിച്ച മാവ് മതി അത് മുഴുവനും പുളിപ്പിക്കുവാനിടയായി തീരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ, വിട്ടുമാറാത്ത ഒരു ചെറിയ പാപം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കർത്താവിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ നിങ്ങൾ പിടിച്ചു കെട്ടുവിൻ. നോക്കണം, ഈ കർത്താവിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ വരുന്നത് വലിയ ആനക്കൂട്ടങ്ങളൊന്നുമല്ല. ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുവാൻ വേണ്ടി കഴിയും.
നമ്മളൊരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആനയെ ഓടിക്കുവാൻ വേണ്ടി കഴിയും. പക്ഷേ ഈ ചെറിയ കുറുക്കന്മാർ കയറി വരുന്നത് അറിയുകയില്ല. ഇതിലേക്കൂടെയാണ് ഇത് ചെറിയ കുറുക്കന്മാർ കയറി വരുന്നത്. അവസാനം ഇത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്തിരി തലയുടെ ഇതിൻ്റെ അവന്റെ വേര് മുറിച്ചു കളയുവാനിടയായിത്തീരും. മുന്തിരിക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വേര് മുറിച്ചാലും കുറേ ദിവസങ്ങൾ ഇതിന്റെ ഇല ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കും. പക്ഷേ പിന്നീടാണ് ഇത് മൊത്തം ഉണങ്ങിപ്പോകുവാനിടയായിത്തീരും. അപ്പോഴാണ് നമ്മൾ താഴെ മൂട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അതിന്റെ വേര് മുറിച്ചു കളഞ്ഞിട്ട് മാസങ്ങളായി എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുവാനിടയായിത്തീരുന്നതും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നിസ്സാരമെന്ന് കരുതുന്ന, ചെറുത് എന്ന് കരുതുന്ന, സാരമില്ല എന്ന് കരുതുന്ന, ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എന്ന് മറ്റുള്ളവരെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ആ സോ കോൾഡ് പാസ്റ്റർ, ആ വലിയ പ്രസംഗിക്കുന്ന ആള്, അല്ലെങ്കിൽ ആ പ്രവാചകൻ, അല്ലെങ്കിൽ ആ ഉപദേശി, അവരെയൊക്കെ നോക്കിയതിന് ശേഷം ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്നും നമ്മളുടെ ഹൃദയത്തിൽ ദുഷ്ടൻ മന്ത്രിക്കുകയും അത് നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ കാര്യങ്ങൾ അത് അവസാനം നമ്മുടെ ജീവിതത്തെ തന്നെ, ജീവിത ചക്രത്തെ തന്നെ തീ പിടിപ്പിച്ച് അത് നമ്മളെ ഒടുക്കിക്കളയുന്നതായി തീരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് നാം മറന്നു പോകരുത്. അതും നോക്കണം, ഓടുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. നോക്കണം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ മാത്രം നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ, ഓടുവാൻ. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ എന്ത് ചെയ്യത്തില്ല. അവിടെയും ഇവിടെയും നോക്കി അവരെയും ഇവരെയും ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലെത്തുവാൻ വേണ്ടി കഴിയത്തില്ല. നമുക്കറിയാം, ഒരു സഹോദരി ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞപ്പോൾ ഒരു അവാർഡ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു സഹോദരി നെഞ്ചു കടന്ന് വിലപിച്ച് കരയുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു ഷൈനി വിൽസൺ ആണെന്ന് തോന്നും. അവൾ ഓടി ഏറ്റവും മുമ്പിൽ വന്നു. അവളുടെ പുറകിൽ ഓടി വന്ന ജപ്പാൻകാരിയൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒത്തിരി പുറകിലായിരുന്നു. അവൾ അത്യാഹ്ലാദത്തിൽ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്നറിയാതെ അവൾ സന്തോഷിച്ചു. പക്ഷേ ഗോൾഡ് മെഡലിന്റെ പേര് വിളിക്കുമ്പോൾ അവളുടെ പേരില്ല, സിൽവർ മെഡലിന്റെ പേര് വിളിക്കുമ്പോൾ അവളുടെ പേരില്ല, ബ്രോൺസ് മെഡലിന്റെ പേര് വിളിക്കുമ്പോൾ അവളുടെ പേരില്ല. അവൾ വല്ലാതെ തകർന്നു പോകുവാനിടയായി തീർന്നു, വാവിട്ട് കരയുവാനിടയായി തീർന്നു. എന്താ കാര്യം എന്നറിയാമോ? അവൾ ഓടി, അതിവേഗം അവൾ ഓടി, ഏറ്റവും മുമ്പിൽ റിബൺ മുറിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പാഞ്ഞു. അവൾ ജേതാവായി. പക്ഷേ അവൾ പോലും അറിഞ്ഞില്ല അവളുടെ ബൂട്ടിന്റെ പകുതി ഭാഗം ആ ട്രാക്കിന്റെ മറ്റേ ലൈനിനകത്ത് വന്ന് പതിച്ച കാര്യം. നോക്കണം, മുഴുവൻ ഷൂവും വെളിയിൽ പോയില്ല, ഒരു ശകലം മാത്രം ഭാഗം ആ ലൈനിന്റെ വെളിയിൽ പോകുവാനിടയായി തീർന്നു. കുറെ ഓടുന്നത് കൊണ്ട് കാര്യമില്ല, സ്ഥിരതയോടെ ഓടണം. അതേ ലക്ഷ്യത്തിലേക്ക് നാം ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിയായിരിക്കണം നമ്മുടെ ഓട്ടം. എങ്ങനെയെങ്കിലും ഓടി മുന്നിൽ വന്നതുകൊണ്ടും വിരുദ് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ആത്മീയ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരണം ഉണ്ടാകണം. മനസ്സ് പുതുക്കിയിട്ട് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ നിഗമനങ്ങളൊക്കെ മാറണം, നമ്മുടെ ചിന്താഗതികളിലൊക്കെ മാറണം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ചില ബാഡ് കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകണം. നമ്മൾ അതിലെ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഭയങ്കര അടി നടക്കുകയാണ്. ആരാണ് കേമൻ, ആരാണ് വലിയവൻ? ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര അടി നടക്കുകയാണ്. ഇവിടെ ഭയങ്കര ബൈറ്റ് നടക്കുകയാണ്. കർത്താവ് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോ ഇവിടെ ഭയങ്കര കുശു 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 കുശു, ഇവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ്. കർത്താവ് എന്നിട്ട് എല്ലാത്തിനെയും വിളിച്ചു വന്നിരിക്കാൻ പറഞ്ഞു. നിരനിരയായിട്ട് അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ വിളിച്ചിട്ട് മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ഈ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പടി കാണുകയില്ല എന്നും പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ശിശുവിനെ പോലെയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകുവാൻ വേണ്ടി, നിഷ്കളങ്കമായ ഒരു ഹൃദയം, അതേ നിഗളമില്ലാത്ത ഒരു ഹൃദയം, അഹങ്കാരമില്ലാത്ത ഒരു ഹൃദയം, അതേ അനുസരണമുള്ള ഒരു ഹൃദയം, പാവനമായ പരിശുദ്ധമായ ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എവിടെയോ ഒരു
കൺവെൻഷൻ നടക്കുകയാണ്. കാനമച്ചനെയാണ് അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതും. 3 പേരും കൂടെ ചേർന്നിട്ടാണ്, 3 അച്ചായന്മാർ ചേർന്നിട്ടാണ് ഈ കൺവെൻഷന് പൈസ ചെലവഴിച്ചിരിക്കുന്നതും. മാത്തുക്കുട്ടിയും ജോർജ് കുട്ടിയും തോമസ് കുട്ടിയും, ഈ 3 കുട്ടിമാരാണ് അവിടെ ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് തോമസ് കുട്ടി പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു. തോമസ് കുട്ടി ഒരു പ്രാർത്ഥനാ പ്രസംഗം നടത്തി. അത് കഴിഞ്ഞിട്ട് ജോർജ് കുട്ടിക്ക് അവസരം കൊടുത്തു. ജോർജ് കുട്ടിയും തെറ്റില്ലാത്ത രീതിയിൽ ഒരു പ്രാർത്ഥനാ പ്രസംഗം അവിടെ നടത്തി. അവസാനം ഇനി സമയം തീരുകയാണ്, ദൈവദാസന് പ്രസംഗിക്കാൻ സമയം കൊടുക്കണ്ടേ. എന്തായാലും അവസാനം മാത്തുക്കുട്ടിയോട് പറഞ്ഞു, മാത്തുക്കുട്ടി സമയം തീർന്നു, അതുകൊണ്ട് ക്ഷമിക്കണം, അതുകൊണ്ട് ഇനി മാത്തുക്കുട്ടിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് അവസരമില്ല. അങ്ങനെ അച്ഛൻ ഈ ദേവദാസൻ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോൾ സ്റ്റേജിന്റെ പുറകിൽ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നു, കലിപില വഴക്കുകൾ നടക്കുന്നു. അപ്പം എന്തൊക്കെയോ സംഭവിക്കുന്നു. ഉടനെ അദ്ദേഹം മൈക്ക് ഓഫായിട്ട് ചോദിച്ചു, എന്താണ് അവിടെ പ്രശ്നം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് വിവരം അറിഞ്ഞത്, 3 പേര് ചേർന്നാണ് കൺവെൻഷൻ വെച്ചിരിക്കുന്നതും 2 പേർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവസരം കൊടുത്തും 3-മത്തെ മാത്തുക്കുട്ടിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവസരം കൊടുത്തില്ല. അതിന്റെ പേരിലാണ് ഇപ്പം ഇവിടെ വഴക്ക് നടക്കുന്നത് പറഞ്ഞു. അദ്ദേഹം മാത്തുക്കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അനുമോദിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മാത്തുക്കുട്ടിയെ, നീ ഒരു പ്രാർത്ഥനാ വീരനാണെന്ന് ഞാൻ അറിയുവാനിടയായി തീർന്നു. പ്രാർത്ഥനയോട് വളരെ താല്പര്യമുള്ള ആളെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി മുഴുവനും നിന്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാത്തുക്കുട്ടി പൊട്ടിത്തെറിച്ചു. മാത്തുക്കുട്ടി പറഞ്ഞു, കൺവെൻഷനിലാണോ, സ്റ്റേജിലാണോ, മൈക്കിലൂടെയാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് വേണം? മൈക്കിലൂടെ പ്രസംഗിക്കണം, പ്രാർത്ഥിക്കണം, ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, 4 പേര് കാണണം. നോക്കണം, എത്ര വലിയ കപട ഭക്തിയാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ. എത്രയോ ജൽപ്പനങ്ങളാണ്, കപട ഭക്തിയാണ്. മനുഷ്യരുടെ മുമ്പിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള ആത്മാവ് കയറുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയൊന്നും ജീവിതത്തിൽ ഒന്നുമേ ഇല്ല. യഥാർത്ഥമായ ഭക്തൻ അവൻ ഏതോ ഒരു ഡിവൈസ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. പ്ലീസ് അത് മ്യൂട്ട് ചെയ്യണം. ഒരു ഡിവൈസ് മ്യൂട്ട് ചെയ്യണം. ഏതോ ഒരു ഡിവൈസ് അൺമ്യൂട്ട് ആണ്. അപ്പം നോക്കണം, ദൈവം പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായതും ദൈവത്തിന്റെ മുമ്പാകെ അറപ്പാണെന്നും. ദൈവത്തിന് അറപ്പും വെറുപ്പുമുള്ള ഈ ലോകത്തിലെ ഉന്നതന്മാരോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ സമന്മാരാകരുതെന്ന് ദൈവം നമുക്ക് ആഹ്വാനം തരികയാണ്. വചനം പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്ന ആത്മാവ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. കർത്താവ് പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത്. അതേ, നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് നിഗളമുണ്ട് കർത്താവേ, ഞാൻ തന്നെത്താൻ ഉയർത്തുന്ന സ്വഭാവമുണ്ട് കർത്താവേ, എനിക്ക് ഇച്ചിരി പൊങ്ങച്ചമൊക്കെ ഉണ്ട് കർത്താവേ. അത് നമ്മുടെ രക്തത്തിനകത്ത് ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യം, ഈ പൊങ്ങച്ചം പറയുക എന്നുള്ളതും. പ്രത്യേകിച്ച് തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട് എവിടാ, വീട് എവിടാ, കുടുംബങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ തറവാട്ടിൽ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഉന്നതനായ ആളിന്റെ പേരാണ് ആദ്യം പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു റബ്ബർ വെട്ടുകാരനുണ്ടെങ്കിൽ അവന്റെ പേര് ആരും പറയത്തില്ല. എപ്പോഴും എല്ലാവരും അവരുടെ കുടുംബത്തിലുള്ള ഉന്നതനായ വ്യക്തി അല്ലെങ്കിൽ ധനികനായ ഒരു വ്യക്തി, അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രസന്റ് ചെയ്യുന്നത്. അതെ, ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലും മുനിസിപ്പൽ കമ്മീഷണറുടെ വീടുണ്ടല്ലോ, രാധാകൃഷ്ണക്കുറുപ്പിന്റെ വീട്, അതെന്റെ അമ്മാവന്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞു ഞാനും എന്ത് ചെയ്യുമായിരുന്നു, വലിയ പൊങ്ങച്ചം പറയുമായിരുന്നു. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളുകളുടെ പേരാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഓർക്കുക, ദൈവത്തിന് ഇതൊന്നും എന്തല്ല, ദൈവത്തിന് ഇതൊന്നും താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു റബ്ബർ വെട്ടുകാരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ പണി ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ, ആദ്യം നമുക്കത് പറയുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഇന്നയാളിനെ അറിയുമോ, ഇന്നയാളിനെ അറിയുമോ, ആ റോഡിന്റെ ആ വഴിയുടെ സൈഡിലുള്ള ഇടതുവശത്ത് വാടക വീട്ടിലെ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആ റബ്ബർ വെട്ടുകാരനെ നിങ്ങൾ അറിയുമോ, അതെന്റെ സഹോദരനാണെന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ
അത് ഭയങ്കരമായ ഒരു വിജയമാണ്. എന്ന് വെച്ചാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എപ്പോഴും മനസ്സിലിരിക്കണം, തന്നെത്താൻ ഉയർത്തുന്ന ആത്മാവെല്ലാം എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. തന്നെത്താൻ താഴ്ത്തുന്ന ആത്മാവെല്ലാം ക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ കഴിയുകയുള്ളൂ. വീണ്ടും മടങ്ങി വരികയാണ്. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെയും നിശ്ചയവും ആകുന്നു. ഒന്നും കൂടെ, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. अब विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है. ഇവിടെ ഈ വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനമാണ്. എന്നാൽ അതിനകത്ത് ചില കാര്യങ്ങൾ ആ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പ്, രണ്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ എന്താണ്, നമ്മൾ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. എന്ത് ആശയാണ് നമുക്കുള്ളത്? രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ച ഒരു വിശ്വാസിയുടെ ആശ എന്താണ്? എന്താണ് ആശിക്കുന്നതിന്റെ ഉറപ്പ്? രണ്ട്, എന്താണ് നിങ്ങൾ കാണാതെ വിശ്വസിക്കുന്ന കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസം എന്താണ്? എന്താണ് നിങ്ങൾ കാണാതെ വിശ്വസിക്കുന്നത്? ഇതാണ് ചോദ്യം. നമ്മുടെ ആശ എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്താണ്? പലരോടും ഇത് ചോദിക്കുമ്പോൾ പലരും പല ഉത്തരങ്ങളാണ് നമുക്ക് തരുന്നതും. എന്നാൽ ദൈവവചനത്തിൽ നിന്നും അതിനുള്ള ഉത്തരം തരുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, എന്താണ് ആശിക്കുന്നതിന്റെ ഉറപ്പ്? ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ആശ എന്താണ്? അവന്റെ പ്രത്യാശ എന്തായിരിക്കണം? അവൻ എന്തിനു വേണ്ടിയായിരിക്കണം ആശയോടെ കാത്തിരിക്കേണ്ടുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ ആർക്കെങ്കിലും അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നും. നോക്കണം, 500 ശിഷ്യന്മാരുടെ നടുക്ക് വെച്ച് ഒലിവ് മലയിൽ വെച്ച് ബഥാന്യ എന്ന് പറയുന്ന സ്ഥലം, ഇന്നും നോക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ബൈബിൾ, ആ ബഥാന്യ എന്ന് പറയുന്ന സ്ഥലം ഇന്നുമുണ്ട്. ഇന്നും ആ സ്ഥലത്തിന്റെ പേര് ബഥനി എന്നാണ്, ബഥാനി എന്നാണ്. ഈ മലയുടെ പേര് ഒലിവ് മല. ഇന്നും ആ ഒലിവ് മലയുണ്ട്. നോക്കണം, ബൈബിള് ഒരിക്കലും കെട്ടുകഥകളല്ല, കിഴവി കഥകളൊന്നുമല്ല, കഥകളോ കഥാപുസ്തകങ്ങളോ മനുഷ്യന്റെ മനോമുകുരങ്ങളിൽ ഒരു മനുഷ്യൻ രചിച്ച ഒരു കാവ്യമൊന്നുമല്ല. നമുക്കറിയാം, മഹാഭാരതം വേദവ്യാസൻ എഴുതി, ഒരു മനുഷ്യൻ എഴുതിയ ഒരു മഹാകാവ്യമാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ എഴുതിയ ആ മഹാകാവ്യത്തിലുള്ള കഥാപാത്രങ്ങൾ, നല്ലവരായ കഥാപാത്രങ്ങളെല്ലാം ദൈവിക പരിഭാഷ ലഭിക്കുവാനിടയായി തീർന്നു. അതിനകത്തെ ദുഷ്ട സ്വഭാവമുള്ളവരെല്ലാം അവര് പിശാചിന്റെ പരിവേഷം ലഭിക്കുവാനിടയായി തീർന്നു. നോക്കണം, ഒരൊറ്റ മനുഷ്യൻ, വേദവ്യാസൻ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ മഹാകാവ്യമാണ് ഈ മഹാഭാരതം. എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇതിവൃത്തം, ഒരു നല്ല കഥാരചനം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കഥകളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുപോലൊരു കഥ, ഇതിവൃത്തം ഏതെങ്കിലും സിനിമയിൽ നമുക്ക് കാണുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കാണുമായിരിക്കും. പക്ഷേ ഇതുപോലൊരു മഹാകാവ്യം. രണ്ടാമതായിട്ട് വാത്മീകി എഴുതിയതാണ് രാമായണം എന്ന് പറയുന്നത്. ഒരൊറ്റ മനുഷ്യൻ എഴുതിയ ഒരു കാവ്യമാണ്. അതിനകത്ത് ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ലവരായ ആളുകൾക്ക് ദൈവിക പരിവേഷം ലഭിക്കുകയും അല്ലാത്തവരെ ഈ ദുഷ്ടപരിവേഷം ലഭിക്കുവാൻ ഇടയായി തീർന്നു. നോക്കണം, ഇതെല്ലാം ഓരോ മനുഷ്യരുടെ മനോമുകുരങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഓരോ കാവ്യങ്ങളാണ്, കഥകളാണ്, മഹാകാവ്യങ്ങളാണ്.
ഇതെല്ലാം പിന്നീട് ദൈവങ്ങളായിട്ടും ദേവതകളായിട്ടും വീരപുരുഷന്മാരായിട്ടും ഒക്കെ വന്നതും. എന്നാൽ നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തലയിൽ കയറി വന്ന് തോന്നിയ ഒരു വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ ഒന്നും അല്ല. മറിച്ച് മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിവേശിതനായി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങളാണ് ദൈവത്തിന്റെ തിരുവചനങ്ങൾ. അതേ പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവാത്മാവിന്റെ നിവേശിതത്താൽ ഓരോരുത്തരും ആത്മനിയോഗം പ്രാപിച്ച് അവരെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ്. എഴുതിയത് മുഴുവൻ മനുഷ്യരാണെങ്കിലും എഴുതിച്ചത് മുഴുവൻ, തോന്നിച്ചത് മുഴുവനും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ യൂദാലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, യൂദ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് എഴുതിച്ചതാരാന്നറിയാമോ? ആദ്യമേ താൻ ചിന്തിച്ചത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതണമെന്നാണ്. എല്ലാവരും എഴുതുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരാഗ്രഹം, എനിക്കും ഒന്ന് എഴുതിയാൽ കൊള്ളാം, ഒരു അധ്യായമെങ്കിലും ദൈവനാമത്തിൽ എഴുതണമെന്നുള്ള ആഗ്രഹം തൻ്റെ ഹൃദയത്തിൽ വരികയും താൻ പേപ്പറും പേനയും എല്ലാം എടുത്ത് താൻ എഴുതേണ്ട കാര്യങ്ങളെല്ലാം തൻ്റെ തലയ്ക്കകത്ത് താൻ ചിന്തിച്ച് തൻ്റെ ബുദ്ധിയിലെല്ലാം ക്രമീകരിച്ചു. അങ്ങനെ എല്ലാവർക്കും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് 4 കാര്യങ്ങൾ എഴുതണമെന്നുള്ള ആഗ്രഹത്തിൽ താൻ എഴുതുവാൻ വേണ്ടി ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, ഇത് നിന്റെ ബുദ്ധിയിൽ നിന്ന് എഴുതേണ്ട കാര്യമെല്ലാം. അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് എഴുതുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ ലഭിക്കുവാനിടയായി തീർന്നു. എഴുതുവാനുള്ള ആഗ്രഹത്തെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തില്ല? അത് തുച്ഛീകരിച്ചില്ല. മറിച്ച് തൻ്റെ തലയ്ക്കകത്തുള്ള എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ടും, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിവേശിതനായി ദൈവാത്മപ്രേരിതനായിട്ടും തന്നെ കൊണ്ട് ഒരു അധ്യായം, ഒരു ചാപ്റ്ററും എഴുതിക്കുവാൻ നോക്കണം. അതിനകത്ത് ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളുവെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാത്തിന്റെ ഒരു സംഗ്രഹം, മുഴുവൻ സംഭവങ്ങളുടെ ഒരു ഉല്ലേഖനം നമുക്ക് യൂദയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ദൈവം തൻ്റെ വിശുദ്ധന്മാരെ കൊണ്ട് തൻ്റെ ആത്മാവിനാൽ നിറച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകമാണ്. ബൈബിളിൽ മാത്രമേ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനമുള്ളൂ. ഇതിനകത്ത് കെട്ടുകഥകളോ കിഴവിക്കഥകളോ ഊഹാഭോഗങ്ങളോ ഒന്നും ദൈവവചനമായ ബൈബിളിനകത്തില്ല. നോക്കണം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ബൈബിൾ എഴുതി പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. AD 90 ആയപ്പോൾ ബൈബിൾ എഴുതി പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇനി ഒന്നും കൂട്ടാൻ പാടില്ല, ഇതിനകത്ത് ഇനി ഒന്നും കുറയ്ക്കുവാൻ പാടില്ല. ഇനി ഞങ്ങൾ പറഞ്ഞതിനെ വിപരീതമായി ഞങ്ങൾ തന്നെ വന്നിട്ടാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനായി തീരുമെന്നുള്ള ഒരു ശക്തമായ വാണിങ്ങും കൽപ്പനയും കൊടുക്കുവാനിടയായി തീർന്നു. അതാണ് അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും തൊട്ടതുമായ ജീവന്റെ വചനം. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണെന്നും. നോക്കണം, ബൈബിൾ എന്ന് പറയുന്നത് കെട്ടുകഥകളെല്ലാം ഊഹാഭോഗങ്ങളെല്ലാം ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കേട്ട് എഴുതി വെച്ചത് കാര്യങ്ങളെല്ലാം, മറിച്ച് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ സത്യവചനമാണ് സത്യവേദ പുസ്തകം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പം ഞാൻ പറഞ്ഞത്, ബഥാനി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്, ഒലിവെന്ന് പറയുന്ന മല ഇപ്പോഴും ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ 11-ാം വാക്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. എല്ലാവരും പോകുകയാണ് എന്ന് പറഞ്ഞു. സകല ഗുരുക്കന്മാരും സകലം ഉപദേഷ്ടാക്കന്മാരും സകലം ദേവന്മാരും ദേവമാരും എല്ലാം എന്ത് ചെയ്തു? അവതാരങ്ങളെല്ലാം പോവുകയാണെന്നും പറഞ്ഞു പോയി. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. നോക്കണം, യേശു ക്രിസ്തു ജനിക്കും 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 എന്ന് പറഞ്ഞതിന്റെ 8 മടങ്ങ് അധികം പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത് ഞാൻ വീണ്ടും വരുമെന്ന്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു ഭഗവാനായിരുന്നു സായിബാബ. ഇന്നും അദ്ദേഹത്തിന് 17 കോടി
17 കോടി ഇന്ന് ജീവനോടെ ഇല്ലെങ്കിൽ തന്നെയും 17 കോടി ആളുകളും ഇന്നും സായിബാബയെ ദൈവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്. സായിബാബ 2011 മരിക്കുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞാൻ 2022 മരിക്കത്തുള്ളൂ എന്ന് താൻ പ്രവചിക്കുവാനിടയായി തീർന്നു. 2022 ഞാൻ മരിക്കും, എന്നിട്ട് വീണ്ടും ഞാൻ പുതിയ സായി ആയിട്ട് ഞാൻ അവതരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 2011 ആയപ്പോൾ തനിക്കൊരു പനി പിടിക്കുവാൻ ഇടയായി തീർന്നു. താൻ അതിനെ നിസ്സാരമായിട്ട് കണ്ടു. ഓ, പനിയല്ലേ, പനിക്ക് എന്നെ എന്ത് ചെയ്യുവാൻ കഴിയും, ഞാൻ ഭഗവാനല്ലേ. എന്നാൽ പനി ഇച്ചിരി കൂടുവാൻ ഇടയായി തീർന്നു. ചെറിയ ചെറിയ പനഡോളോ ചെറിയ മരുന്നുകളൊന്നും ഫലിക്കാതെ വന്നു. അവസാനം കിടുങ്ങുവാനും വിറയ്ക്കുവാനും വേണ്ടി തുടങ്ങി. അവസാനം നിൽക്കുവാൻ കഴിയാതെയും തനിക്ക് നിൽക്കുവാനുള്ള ബലം നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു, പേഴ്സണൽ ഡോക്ടേഴ്സ് പറഞ്ഞു, നമുക്ക് വിശദമായ ചികിത്സ വേണം. ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മരിക്കുകയില്ല, ഞാൻ ഇനിയും ഞാൻ 2022 ഞാൻ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം ഭഗവാന്റെ ബോധം പോകുവാനിടയായി തീർന്നു. ഉടനെ അവരെന്ത് ചെയ്തു? അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. ഭഗവാൻ അവസാനം മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല. ഓസ്ട്രേലിയയിൽ നിന്നും ഏറ്റവും വിദഗ്ധനായ, ലോകത്തിലെ വിദഗ്ധനായ ഒരു ഡോക്ടർ വരുവാനിടയായി തീർന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ഡോക്ടേഴ്സ് വരുവാനിടയായി തീർന്നു. അമേരിക്കയിൽ നിന്നും ഭഗവാനെ രക്ഷിക്കുവാൻ വേണ്ടി ഡോക്ടേഴ്സ് വരുവാനിടയായി തീർന്നു. പക്ഷെ ഈ ഡോക്ടർമാരെല്ലാവരും കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെ മെഷീനിലേക്ക്, വെന്റിലേറ്ററിലേക്ക് ഭഗവാനെ മാറ്റുവാനിടയായി തീർന്നു. വെന്റിലേറ്റർ, മെഷീൻ ഭഗവാനെ രക്ഷിക്കുമോ എന്നും നോക്കി. പക്ഷെ അവസാനം മെഷീനും കൈ ഉയർത്തി. മെഷീനും പറഞ്ഞു, എനിക്കും ഭഗവാനെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അവസാനം മെഷീനും കണ്ണടയ്ക്കുവാനിടയായി തീർന്നു. അതേ, ഭഗവാൻ എന്നേക്കുമായി മരിക്കുവാനിടയായി തീർന്നു. ഇതാണ് സായിബാബയുടെ ചരിത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചരിത്രം മലയാള മനോരമയിൽ വന്ന ഈ വാർത്ത ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ PC-ക്കകത്ത് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആരെങ്കിലും പോസ്റ്റ് കാണുക എന്ന് പറയുകയാണെങ്കിൽ അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് സംശയമില്ല എന്ന് തോന്നുന്നു. നോക്കണം, ഞാൻ പറഞ്ഞതിന്റെ കാര്യം പലരും പലതും നമുക്കറിയാം. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ സമൂഹമാണ് ഈഴവ സമൂഹം. അവരുടെ ഗുരുവായി, നിത്യഗുരുവായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ അവർ കാണുന്നതും. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരു നവാധ്വാന പ്രസ്ഥാനത്തിന്റെ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു ഉപദേഷ്ടാവായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു പ്രവചനം പ്രവചിച്ചു, ഇന്ന ദിവസം മരിക്കുമെന്നും. അങ്ങനെ അദ്ദേഹം സമാധിയാകുവാനുള്ളതെല്ലാം തയ്യാറാക്കി. താൻ ഇങ്ങനെ കാലൊക്കെ ചമ്പറം പിടിച്ചും ധ്യാനത്തിലിരുന്നും താൻ ഇപ്പോൾ മരിക്കും പറഞ്ഞ സമയമെല്ലാം കഴിഞ്ഞു. പഴയ സമയമെല്ലാം കഴിഞ്ഞ് മരിക്കുന്നില്ല. അവസാനം താനൊരു മഹാഗുരുവല്ലേ, പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു തീർപ്പ് വേണ്ടേ. അവസാനം അടുത്ത് നിന്ന തൻ്റെ ശിഷ്യനായ രാഘവനോട് പറഞ്ഞു, പേരെനിക്ക് അറിയത്തില്ല, രാഘവനാണോ സുകുമാരനാണോ, രാഘവനോട് പറഞ്ഞു, എടാ, അവിടെ വെച്ചിരിക്കുന്ന ആ തേങ്ങ, ഈ തൊണ്ട് പൊളിച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ എടുത്തിട്ട് എൻ്റെ തലയ്ക്ക് ഒരു അടി അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ മറ്റൊന്നും നോക്കിയില്ല, ഗുരു പറഞ്ഞത് അതുപോലെ അങ്ങ് അനുസരിച്ചും അവൻ ആ തേങ്ങ എടുത്ത് അദ്ദേഹത്തിന്റെ തലയ്ക്കടിക്കുവാനും അദ്ദേഹം മരിക്കുവാനിടയായി തീർന്നു. നോക്കണം, ഇതെല്ലാം ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്നതൊന്നും പക്ഷെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ ഗുരു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും. ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ, നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ മടങ്ങി വരിക തന്നെ ചെയ്യും. കാരണം യേശുക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പേ പ്രവചനമുണ്ടായി. യേശുക്രിസ്തു എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, യേശുവിന്റെ ജനനത്തിങ്കിൽ എന്തൊക്കെ സംഭവിക്കും, യേശുക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരിക്കും, യേശുക്രിസ്തുവിന്റെ മരണം എങ്ങനെയായിരിക്കും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയായിരിക്കും, ഇതെല്ലാം യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നും രണ്ടുമല്ല, അനേകം പ്രവാചകൻ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, ജനനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ദാവീദ് പ്രവചിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചായിരിക്കും കൊല്ലുന്നതെന്നും ദാവീദ് പ്രവാചകൻ എഴുതി വെച്ചു. അവന്റെ ശരീരം ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിക്കത്തില്ല, എന്ന് പറഞ്ഞാൽ അഴുകിപ്പോകുവാൻ അനുവദിക്കത്തില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നും പ്രവാചകന്മാർ എഴുതുവാനിടയായി തീർന്നു.
കഴുതക്കുട്ടിപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് എഴുതി വെച്ചു. അവൻ ബേത്ലഹേമിലായിരിക്കും, ജെറുസലേമിലെ അവൻ ബേത്ലഹേമിലായിരിക്കും ജനിക്കുമെന്ന്, അവന്റെ ജനനത്തിങ്കൽ കുഞ്ഞുങ്ങളെ ശിശുക്കളെ കൊല്ലുമെന്നും യിരെമ്യാവ് വിളിച്ചു പറയുവാൻ വേണ്ടി ഇടയായി തീർന്നു. യെശയ്യാവ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും. അങ്ങനെ ബൈബിളിലെ മുഴുവനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടില്ല, പ്രവാചകന്മാരാരും തമ്മിൽ കണ്ടിട്ടില്ല. 1500 വർഷങ്ങളുടെ ഗ്യാപ്പാണ് ഒന്നാമത്തെ പ്രവാചകൻ, ഒന്നാമതായിട്ട് എഴുതിയ ആളും അവസാനമായിട്ട് എഴുതിയ ആളും തമ്മിലും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം അതിനു മുമ്പ് തന്നെ പ്രവചിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു പ്രവാചകന്മാര് പ്രവചിച്ചതുപോലെ നോക്കണം, ഇത്രയും വർഷങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകമാണെങ്കിലും ഇതിനകത്ത് ഒരു വൈരുദ്ധ്യങ്ങളുമില്ല. നമ്മളിത് വായിക്കുമ്പോൾ ഒരൊറ്റയാൾ എഴുതിയതായിട്ടല്ലേ തോന്നുന്നത്. അതാണ് ബൈബിളിന്റെ ദൈവികത എന്ന് പറയുന്നത്, ദൈവശ്വാസീയത എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നോക്കണം, ഇത്രയും 1500 വർഷങ്ങൾ കൊണ്ട് നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും എത്ര വർഷങ്ങളുടെ അന്തരമാണ്. സ്തോത്രം. നോക്കണം, 2 പുസ്തകങ്ങളുടെയും ആ ഉल्ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും, 2 രാഷ്ട്രീയ പ്രവചനങ്ങളും എത്ര അവ്യക്തമായിട്ട്, എത്ര ഒന്നിനോട് ഒരു മറ്റൊരു കണ്ണിയോട് ഇണങ്ങിച്ചേർത്ത് പോലെ 2 പ്രവചനങ്ങളും എത്രയോ വർഷങ്ങളുടെ ഗ്യാപ്പിൽ എഴുതപ്പെട്ടതാണെങ്കിലും നോക്കണം, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടത് കൊണ്ട് അതിനകത്തൊന്നും യാതൊരു വ്യത്യാസങ്ങളും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റും. ഇനി കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം എന്ത് ചെയ്യും? വീണ്ടും വരും, വീണ്ടും വരും. ഇനി ആരൊക്കെ വരത്തില്ല എന്ന് പറഞ്ഞാലും അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കൊള്ളട്ടെ. 1000 പേര്, 10,000 പേരല്ല, ഇനി ലക്ഷക്കണക്കിനല്ല, ഇനി കോടിക്കണക്കിന് ആളുകൾ പറയുകയാണ് കർത്താവ് വരികയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്ങും വരുമായിരിക്കും. ഇപ്പോഴെങ്ങും വരികയില്ല എന്ന് പറഞ്ഞിരുന്നാലും വരുവാനുള്ളവൻ വരും, നിശ്ചയമായിട്ടും വരുവാനുള്ളവൻ വരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആശിക്കുന്ന വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താശയാണ് ദൈവ പൈതലെ, നമുക്ക് എന്ത് ആശ ആണുള്ളത്? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, നമുക്ക് എന്താണ് ആശ ദൈവം തന്നിരിക്കുന്നത്? ഒരേ ഒരു ആശയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു പോയതുപോലെ മടങ്ങി വരും. എന്നെ സ്നാനം കഴിപ്പിച്ച പാസ്റ്ററും ഏകദേശം ഇപ്പോൾ 28 വർഷങ്ങൾക്ക് മുമ്പ് 28 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു പോകുവാനിടയായി തീർന്നു. ഞാൻ ചണ്ഡീഗഡിൽ വെച്ചാണ് സ്നാനം ഏൽക്കുന്നത്. ശമുവേൽ ജോൺ എന്ന് പറയുന്ന ചർച്ച് കോഡിന്റെ അവിടുത്തെ ഓവർസീർ ആയിരുന്ന ശമുവേൽ ജോൺ എന്ന് പറയുന്ന ദൈവദാസനാണ് എന്നെ സ്നാനം കഴിപ്പിച്ചത്. അദ്ദേഹം മരിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ സ്നാനത്തിന്റെ ആ വെള്ളത്തിൽ നിന്നും പൊങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം ഞാൻ ഇതുവരെ മറന്നു പോയിട്ടില്ല. അതെന്താണെന്നറിയാമോ? അത് അന്ന് ഹിന്ദിയിലാണ് സ്നാനം കഴിപ്പിച്ചത്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജീവൻ കാ അന്ത് തക്ക് തു വിശ്വാസ യോഗ്യരകണം തബ് തോ തു ജീവൻ കാ മുകട്ട് പോവുകയും എന്ന് പറഞ്ഞാൽ, ജീവപര്യന്തം, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും തലയിൽ കൈവച്ചിട്ട് ദൈവദാസന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മളെ സ്നാനം കഴിപ്പിച്ച ദൈവദാസന്മാരൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതെ, മരണപര്യന്തം, ജീവപര്യന്തം നാം വിശ്വസ്തരായിരിക്കാം. അതേ, കർത്താവ് വരും. അതായത് കർത്താവ് പറയുകയാണ്, ഞാൻ പോയതുപോലെ എന്ത് ചെയ്യും? വീണ്ടും വരും. ഇതാണ് ഒരു വിശ്വാസിയുടെ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഒരേ ഒരു ആശ ഇത് മാത്രമായി. ഊണിലും ഉറക്കത്തിലും കിടപ്പിലും നടപ്പിലും ഇരിപ്പിലും എല്ലാം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരേ ഒരു ചിന്ത ഇതാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ സമയമായി. അതേ, നമ്മൾ വായിക്കുന്നു, മലയിൽ പാറയുടെ ഇടുക്കിൽ വിള്ളലുകളിൽ കുറുകിയിരിക്കുന്ന കുറുപ്രാവ്, ആ പ്രാവിങ്ങനെ കുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. നോക്കണം, അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. ഈ ഭൂമി അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഭൂമി മുഴുവനും പാപപങ്കുലമായിരിക്കുകയാണ്.
ഈ പാപഭാരം എവിടെ പാപം പെരുകുന്നു അവിടെ ദൈവം ന്യായവിധി അയച്ചേ പറ്റുകയുള്ളൂ. സോദോമിലെ പാപം പെരുകി, ഗൊമോറയിലെ പാപം പെരുകി, നോഹയുടെ സമയത്ത് സകല ഭൂമിയും വഷളത്വം കൊണ്ട് നിറയുവാനിടെ എവിടെ പാപം പെരുകുന്നുവോ മനുഷ്യൻ നിലവിളിച്ചില്ലെങ്കിലും ഈ ഭൂമി നിന്ന് നിലവിളിക്കും, പ്രകൃതി നിന്ന് നിലവിളിക്കും, ആകാശം നിലവിളിക്കും, ദൈവം ന്യായവിധി അയക്കും. എന്താ ഈ ഭൂമിയിൽ ഇപ്പം എന്തെങ്കിലും ഒരു നേരുണ്ടോ, ഒരു നന്മയുണ്ടോ? ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം തിന്മയാണ്, അശുദ്ധിയാണ്, മ്ലേച്ഛതയാണ്, പാപമാണ്. അതേ വചനം പറയുന്നു, മ്ലേച്ഛമായതിലും അവർക്ക് മാനം തോന്നുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, ഒരു നാണവുമില്ല. അവരുടെ ദൈവം വയറും. അതേ സ്വന്തം ലാഭത്തിന് വേണ്ടി, പണലാഭത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തെ അവർ വാണിഭമാക്കുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അവർ നിങ്ങളെ വാണിഭമാക്കും. ഇന്ന് ഏറ്റവും വലിയൊരു കച്ചവട ചരക്കാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതയുടെ നടുവിലും ഏറ്റവും ഒരു മുടക്കുമുതലും ഇല്ലാതെ, ഒരു വെയിലും ചൂടും കൊള്ളാതെ ഇന്ന് പണം സമ്പാദിക്കുവാൻ പറ്റി ഏറ്റവും വലിയ ഒരു മാർക്കറ്റായിട്ട് ആത്മീയത മാറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നിമിഷങ്ങൾക്കുള്ളിൽ കോടികളുടെ അധിപനായി മാറുകയാണ്. ദൈവവചനം വെച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിനെ വെച്ചുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്നവരായി, മാഫിയകളായി മാറിയിരിക്കുന്നു. എൻ്റെ ഗേറ്റ് ഫിക്സ് ചെയ്യുവാൻ വന്ന ആ ആള് പറഞ്ഞതും, സാറേ ഇതൊന്നും ഞങ്ങൾക്കൊരു വലിയ വിഷയമൊന്നുമല്ല, ഇതൊക്കെ ചെറിയ ഗേറ്റാണ്. ഞങ്ങൾ ഒരു പാസ്റ്ററുടെ ഗേറ്റ് ഫിക്സ് ചെയ്തു, 22 ലക്ഷം രൂപയാണെന്ന് ആ ഗേറ്റിന്റെ ചെലവായത്. നോക്കണം, ഇതൊക്കെ ഒരു ജാതീയരായ ഒരു മനുഷ്യർ പറയുമ്പോൾ നോക്കണം, ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ സകലവും ത്യജിച്ചിട്ട് വേണം ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാൻ പാടില്ല, നമ്മളൊരു വ്യാപാരം നടത്തുവാൻ പാടില്ല. ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം ദൈവദാസന്മാർ. എന്ന് പറഞ്ഞ് മാന്യമായി ജീവിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. കിടക്കാൻ ഒരിടം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കിടക്കാൻ ഒരിടം വേണം. പക്ഷെ എല്ലാത്തിനും എന്തുണ്ടായിരിക്കണം? ഒരേ സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു മാതൃകയായിരിക്കണം. ലളിതമായ ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇത് പണസമ്പാദത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമല്ല. ഒരിക്കൽ ഞാൻ ചണ്ഡീഗഡിലായിരിക്കുമ്പോൾ ഏതോ ഒരു ടീം അവിടെ വരുവാനിടയിൽ തീർന്നു. 8 പേരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ടാറ്റോ സുമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിന്റെ ലീഡർ ഒരു ദിവസം പറഞ്ഞു, കർത്താവായ യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചേനെ? നോക്കണം, അത് തമാശയായിട്ടാണോ പറഞ്ഞത്, തമാശ അല്ലാതാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? ഇന്ന് പലർക്കും ഒരു ഉപജീവന മാർഗമാണ് ക്രൂശിൽ മരിച്ച യേശു എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെയും, നമ്മൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരണം. ഇത് ത്യാഗത്തിന്റെ മാർഗമാണ്, ഇത് പീഡയുടെ മാർഗമാണ്, ഇത് നഷ്ടത്തിന്റെ മാർഗമാണ്, ഇത് നേട്ടത്തിന്റെ മാർഗമല്ല. നേട്ടമുണ്ട്, നിശ്ചയമായിട്ട് ഈ ഭൂമിയിലല്ല നേട്ടം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, വരുവാനുള്ളതന്നെ ആണ് എൻ്റെ രാജ്യം. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു? പടവെട്ടുമായിരുന്നു. ഒരിക്കൽ ഒരുത്തൻ യേശുവിന്റെ പുറകെ ഓടി വന്ന്, ഗുരു അവനീയ വലിയ ആവേശത്തോടെ ഓടി വരുന്നത് കണ്ടപ്പോൾ യേശു അവിടെ നിന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? വാട്ട് യു വാണ്ട്? അപ്പോൾ അവൻ പറയാണ്, ഗുരു, ഞാനും ഗുരുവിനെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, നിനക്ക് എങ്ങനെ എന്നെ അനുഗമിക്കുവാൻ വേണ്ടി കഴിയും? നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ. ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട്, ഭൂമിയിലെ കുറുനരികൾക്ക് കുഴിയുണ്ട്. മനുഷ്യപുത്രനായി എനിക്ക് തല ചായ്ക്കുവാൻ, മോനെ, ഞാൻ മലകളിലും ഗുഹകളിലുമൊക്കെയാണ് രാപാർക്കുന്നത്, മരുഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് തല ചായ്ക്കുവാൻ ഒരു ഇടമില്ലാത്ത മനുഷ്യനാണ്. നോക്കണം, ഈ ഉലകം മുഴുവനും പടച്ചവൻ പറയുകയാണ്, താൻ കാല് വെച്ചിരിക്കുന്ന മണ്ണ് പോലും തനിക്ക് സ്വന്തമായിട്ടില്ല എന്നും. നമ്മുടെ ഗുരു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്ന് നാം തിരിച്ചറിയണം. കർത്താവ് പറയുകയാണ്, ഇഹലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാനും സാധ്യമല്ല. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വിചാരിക്കുക. അതേ, ധനവാനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം അവന്റെ ജീവിത ചക്രത്തിന് തീ പിടിച്ചും സംഹാരനാശത്തിൽ
നശിക്കുവാൻ ഇടയായിത്തീരും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ദ്രവ്യം പാപമല്ല, പക്ഷെ ദ്രവ്യത്തോടുള്ള ആഗ്രഹം, ദ്രവ്യാഗ്രഹം, അതാണ് പാപമെന്ന് പറയുന്നതും. അതെ, ദൈവവേലയ്ക്ക് ദ്രവ്യം ആവശ്യമാണ്, പണം ആവശ്യമാണ്. അത് ധാരാളം പണം നമ്മുടെ കൈകളിലേക്ക് വരട്ടെ. അവിടെ സദൃശവാക്യത്തിൽ നമ്മൾ ശലോമോൻ രാജാവ് പറഞ്ഞു, സമ്പന്നനായി തീർന്നതിന് ശേഷം ഞാൻ ഹൃദയം കൊണ്ട് നിന്നെ ത്യജിക്കാതെ ഇരിക്കേണ്ടതിനും ദരിദ്രനായി തീർന്നതിന് ശേഷം ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ കൈനീട്ടി നിന്റെ നാമത്തെ ദുഷിപ്പിക്കുവാനും ഇടയായി തീരരുതും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുഖലോലുപതയിൽ ജീവിച്ച മഹാസാമ്രാട്ടായിരുന്നു ശലോമോൻ രാജാവും. അവസാനം താൻ ആവർത്തിച്ച് എഴുതുകയാണ്, സകലതും മായ, ഇതെല്ലാം മായാജാലമാണ്. സൂര്യന് കീഴിൽ ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യരുടെ ഇടയിൽ കാണുന്നത് മുഴുവനും മായയാണ്. അദ്ദേഹം ഈ സകല സുഖങ്ങളും അനുഭവിച്ച് അദ്ദേഹം നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. അതെ, ഈ മായാലോകത്തിൽ നിങ്ങൾ പട്ടുപോകരുതും, ഈ ഇലൂഷണറി വേൾഡിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുതും. അതുകൊണ്ട് പറയുകയാണ്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഇതെല്ലാം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. ദുർദിവസങ്ങൾ വരുന്ന ഒരു സമയമുണ്ട്, മരണം വരുന്ന ഒരു സമയമുണ്ട്, പൊൻകിണ്ണം തകരുന്ന ഒരു സമയമുണ്ട്. നീ ചെയ്തതൊക്കെയും നിന്നോട് ചോദിക്കുന്ന ഒരു ന്യായവിധിയുടെ ദിവസമുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവിതം നൈമിഷികമാണ്, ഇത് ക്ഷണികമാണ്, വെള്ളത്തിലെ കുമിള പോലെയാണ്. അതേ, ഒരു കാറ്റിനെ പോലെയാണ്, വയലിലെ ഒരു പൂ പോലെയാണ്, വയലിലെ പുല്ല് പോലെയാണ്, ഒരു നിഴല് പോലെയാണ്, ഒരു പേപ്പർ പോലെയാണ്. കാറ്റടിച്ചാൽ ഈ പേപ്പർ ഉയർന്നു പോകുന്നത് പോലെ പോകും. വെറും ഒരു മൺപാത്രം പോലെയാണ്. ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഇത് ചിന്ന ഭിന്നമായി പോകും. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ വെറും ഒരു ശ്വാസം മാത്രമാണ്. ഈ അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ തീർന്നു. ആരോ പണ്ട് പ്രസംഗിച്ചപ്പം പറഞ്ഞതുപോലെ കാറിന്റെ ടയറിനൊക്കെ എന്തുണ്ട്, കാറ്റടിക്കുന്ന ട്യൂബിനകത്ത് ഒരു അടപ്പുണ്ട്. അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ കാറ്റ് പോകത്തില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെ ഒരു അടപ്പ് ദൈവം കൊടുത്തിട്ടില്ല. ഇത് തുറന്നിരിക്കുന്ന ട്യൂബാണ്, അടച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. മുകളിലോട്ട് പോകുന്ന ഈ ഓക്സിജൻ, ഈ വായു താഴോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ വെറും ഒരു ശ്വാസം മാത്രമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നതിന് മുമ്പായി പറയട്ടെ, എന്താണ് നാം ആശിക്കുന്നത്? എന്താണ് നാം കാണാതെ വിശ്വസിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരിക്കുവാൻ പാടുള്ളൂ. എൻ്റെ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞങ്ങ് പോകുകയായിരുന്നില്ല, മറിച്ച് അവൻ ഒരു വാഗ്ദത്തം എനിക്ക് തന്നു. അവൻ പറയുകയാണ്, ഞാൻ വീണ്ടും വരും. അവൻ എടുക്കപ്പെട്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, പ്രിയപ്പെട്ട കർത്തൃദാസന്മാരെ, മഹാദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരെയും, ഇത് ചെറിയ വിളിയല്ല, ഉന്നത ഹൈ കോളിംഗ് ആണ്. ഇത് ഉന്നത വിളിയാണ്. പിന്നെ ഇത് സ്വർഗീയ വിളിയാണ്, ഹെവൻലി കോളിംഗ് ആണ്. ഉന്നത വിളിക്ക് യോഗ്യരായിട്ടുള്ളവരെയും, ഇത് മഹാവിളിയാണ്, ഇത് പരമവിളിയാണ്. ഇത് ചെറിയ വിളിയല്ല. ഈ മഹാദൈവത്തെ സേവിക്കുവാൻ എവിടെയോ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നമ്മളെയൊക്കെ ദൈവം വിളിക്കുവാനിടയായി തീർന്നു. നടന്നു വന്ന പാതകളൊക്കെ നമ്മൾ ഓർത്തു നോക്കിയാൽ എത്ര കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ചാലും മതിയാകുകയില്ല. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. എത്രയോ ഉന്നതന്മാരുണ്ടായിരുന്നു, എത്ര ബലവാന്മാരുണ്ടായിരുന്നു, എത്ര ധനികന്മാരുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായി എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരുണ തോന്നി. എങ്ങനെയാ നമ്മളെ തെരഞ്ഞെടുത്തതെന്ന് നമുക്കറിയത്തില്ല. ഈ ലോകപ്രകാരം ഒരാളിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കഴിവുള്ളവനെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ അറാങ്കോ കമ്പനിയുടെ എഞ്ചിനീയറിന്റെ ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1,00,000 ആപ്ലിക്കേഷനുകളൊക്കെ ആയിരിക്കും വരുന്നത്. അതിനകത്തു നിന്നാണ് 50,000 പേരെ, അതിനകത്തുനിന്ന് 20,000 പേരെ, അതിനകത്തുനിന്ന് 10,000, അതിനകത്തുനിന്ന് എത്രയാ, അവസാനം 10 പേരെ ഷോർട്ട് ലിസ്റ്റിൽ വിടും. ആകപ്പാടെ ഒരേ ഒരു വേക്കൻസി ഉള്ളൂ. അവസാനം ഈ 10 പേരിൽ നിന്നും ഏറ്റവും മിടുക്കന്മാരായ 4 പേരെ സെലക്ട് ചെയ്യും.
അതിനകത്ത് നിന്നും ഏറ്റവും മിടുമിടുക്കന്മാരായ 2 പേരെ സെലക്ട് ചെയ്യും. അതിനകത്ത് നിന്നും ഏറ്റവും നല്ലവനെ, ഏറ്റവും കഴിവുള്ളവനെ അവരെ സെലക്ട് ചെയ്യുവാൻ. ഈ ലോകത്തിന്റെ സെലക്ഷൻ ഇങ്ങനെയാണ്. ഈ ലോകത്തിന്റെ മുന്നിൽ അതെ കഴിവില്ലാത്തവനെ ആർക്കും വേണ്ട. എന്നാൽ ദൈവത്തിന്റെ സെലക്ഷൻ അങ്ങനെയല്ല. ഏറ്റവും കഴിവില്ലാത്തവനെ കർത്താവ് എന്ത് ചെയ്യാണ്? എനിക്ക് ഒരു കഴിവുമില്ല കർത്താവേ, ഒരു കഴിവുമില്ല കർത്താവേ, ഞാൻ വളരെ ഒന്നുമില്ല, വളരെ ചെറിയവനാണ് കർത്താവേ. നമ്മൾ ഒന്നുമില്ല ഏതുമില്ല എന്ന് സമ്മതിക്കുമ്പോൾ കഴിവില്ലാത്തവനെ തെരഞ്ഞെടുത്ത് കഴിവുള്ളവനാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് നമ്മുടെ ഈ ദൈവവചനം പ്രഘോഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ കഴിവല്ല. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ 21 വർഷം 30 വർഷമൊക്കെ ജീവിച്ച ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്. പക്ഷെ അവർക്കൊന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും, ഹിന്ദിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ നോക്കണം, അത് പഠിത്തം കൊണ്ട് ലഭിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ മഹാകരുണയാൽ നമ്മളെ ദൈവം അയോഗ്യരാക്കി തീർത്തതാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ആശിക്കുന്നതിന്റെ ഉറപ്പും? ആശിക്കുന്നതിന്റെ ഉറപ്പും അവൻ പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. നോക്കണം, വീണ്ടും എബ്രായ ലേഖനം 9:27, Hebrew 9:28, Hebrew 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരിക്കൽ അവൻ പാപികളെ തേടി വന്നു. ഇനി അവൻ വരാൻ പോകുന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ് ഇനി കർത്താവ് വരുന്നത്. ഇനി വരുന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, പാപികളെ തള്ളിക്കളയും, പാപികളെ നിഗ്രഹിക്കും, പാപികളെ ന്യായം വിധിക്കും. കാരണം പാപമോചനത്തിന് കർത്താവ് അവസരം കൊടുത്തു. ഈ 2000 വർഷങ്ങളായിട്ടും പാപികളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകാം. രക്ഷയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, രക്ഷയുടെ പെട്ടകം തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനു മരിക്കണം? നിങ്ങൾ എന്തിന് നിങ്ങളുടെ പാപത്തിൽ മരിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തം ഇന്നും ഒഴുകുകയാണ് പാപികൾക്ക് പാപമോചനം നൽകുവാൻ. പക്ഷെ ഇനി കർത്താവ് വരാൻ വേണ്ടി പോകുന്നു പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് വിശുദ്ധന്മാരെ തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. കാത്ത് ഇരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, കാത്ത് കിടക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, കാത്ത് കിടന്ന് ഉറങ്ങുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കുറെ നേരം നിന്ന് കഴിയുമ്പോൾ കാല് കഴിക്കും. നമ്മൾ പെതുക്കനെ ആദ്യമൊക്കെ അവിടെ നല്ല ഒരു സീറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഇരിക്കാനായിട്ട് നോക്കത്തില്ല. പക്ഷേ കാലിന്റെ കഴപ്പങ്ങോട്ട് കൂടി കഴിയുമ്പോൾ പെട്ടെന്ന് എവിടെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നും. ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ചെറുതായിട്ട് നമുക്ക് മയക്കം വരും. അതൊരു മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. മയങ്ങാൻ വേണ്ടി തുടങ്ങി കഴിയുമ്പം പിന്നെ അറിയാതെ എന്ത് ചെയ്യും? ഉറക്കം വരുവാൻ ഇടയായിത്തീരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇവിടെ ഞാൻ സൗദി അറേബ്യയിൽ വന്ന കാലഘട്ടത്തിലും അന്ന് ഇൻഷുറൻസ് സിസ്റ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കാറിന്റെ പുറകെ ഒരു സിറിയക്കാരൻ കൊണ്ടുവന്ന് ഇടിച്ചു. അപ്പം 100% ഞാൻ തെറ്റുകാരനല്ല, അവനാണ് തെറ്റുകാരൻ. പക്ഷെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇടി കൊള്ളുന്നവനും ഇടിക്കുന്നവനും എന്ത് ചെയ്യണം? ജയിലിൽ പോകണം. എന്നിട്ട് വന്നിട്ട് അറബികൾ വന്നിട്ട് ജാമ്യം എടുത്തിട്ട് വേണം പോകാൻ. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ വിചാരിച്ചു അവനല്ലേ വന്ന് ഇടിച്ചത്, അവനെ പിടിച്ച് ഇപ്പോൾ അകത്ത് കൊണ്ടുപോയി ഇടും, എന്നെ കൊണ്ട് പേപ്പർ സൈൻ ചെയ്യിച്ചിട്ട് വിടും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നും എല്ലാ പേപ്പറുകളെല്ലാം അറബിയിലുള്ളതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. അവസാനം അവനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പൊ ഞാൻ ഇപ്പോൾ പോകാൻ വേണ്ടി തയ്യാറാകുമ്പം ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, താൽ ഹബീബി താലെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് എന്ത് ചെയ്തു? അകത്ത് ജയിലിൽ കൊണ്ടുവന്നിട്ടു. അപ്പോഴാണ് എനിക്ക് ട്രാപ്പ് മനസ്സിലായത്. അവിടുത്തെ നിയമം അന്നേരമാണ് അറിയുന്നത്. ഇടി കൊള്ളുന്നവനും ഇടിക്കുന്നവനും വന്ന് അകത്ത് കിടക്കണം, എന്നിട്ട് വേണം പിന്നീട്. പിന്നെ പോലീസുകാരൻ എന്തായാലും അവിടുന്ന് കറക്കുന്ന ഫോണായിരുന്നു. ഫോൺ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ ജനറൽ മാനേജറെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഞാൻ പ്രശ്നത്തിലാണ്. അപ്പൊ എന്നെ ഓഫീസിൽ വളരെ അത്യാവശ്യമായിട്ട്, എനിക്ക് അന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉള്ള ദിവസമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുവരണം. ഉടൻ തന്നെ എൻ്റെ ബോസ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ PRO അറബിയെ വിളിച്ചിട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി വിട്ടു. പക്ഷെ അയാള്
ഞാൻ കുറെ അവിടെ നോക്കുമ്പോൾ മുഴുവൻ ബംഗാളികളും പാകിസ്ഥാനികളും ഈ അറബികളും സൂറിയക്കാരും യമനികളും ഒരു ഒരു നാറ്റം കൊണ്ട് അതിനകത്ത് നിൽക്കാൻ വേണ്ടി വയ്യ. ഒരു പഴകിയ ബ്ലാങ്കറ്റ് അതിനകത്ത് കിടക്കുന്നത്. അവിടെ ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു വലിയ ചട്ടിക്കകത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു അണ്ടാവിനകത്തും കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് എല്ലാവരോടും ഒന്നിച്ചിരുന്നാ കഴിക്കുന്നത്. അല്ലാതെ ഓരോരുത്തർക്ക് പ്ലേറ്റിനകത്തൊന്നും അവിടെ കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മുടെ ഇന്ത്യയിലെ ജയിലിൽ ഓരോരുത്തർക്ക് ഒരു ഇരുമ്പ് പിഞ്ഞാണം അങ്ങനെ ഓരോരുത്തർ ചെന്ന് എടുത്ത് തിന്നുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ഒരു നടുക്കോട്ട് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എല്ലാവരുടെ വട്ടം കൂടി കൈമുച്ചുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ അവന്മാരെന്ത് ചെയ്യും? കഴിവുള്ളവന്മാരെല്ലാം ആദ്യമേ തിന്നും. എന്നിട്ട് ഇച്ചിരി കഴിവ് കുറഞ്ഞവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യും? അത് കഴിഞ്ഞതിന് ശേഷം അവന്മാർ തിന്നതിന്റെ ബാക്കി പോയി തിന്നും. അപ്പൊ അവിടെ വല്ലാത്ത ഒരു നാറ്റ്. ഇത് കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഒരു ഇറിറ്റേഷൻ പോലെയും അവിടെ നിൽക്കേണ്ട ഗതികേട് വന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ്. കുറെ ദിവസങ്ങളായിട്ട് അതിനകത്ത് കിടക്കുന്നവരാണ് ഓരോ വയലേഷനിലും. അപ്പം അതിനകത്തുള്ള ഒരു ബംഗാളി പറഞ്ഞു, ബൈസാബ് ആ ബൈഠോ, എത്ര നേരം ഇങ്ങനെ നിൽക്കും? ബൈഠോ എന്ന് പറഞ്ഞു. ബൈഠോ എന്ന് പറഞ്ഞാൽ താഴെയാണ്, ഈ കാർപ്പറ്റിന്റെ മുകളിലാണ് ഇരിക്കാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയും, ചീ ഞാൻ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ നാടുന്ന സ്ഥലത്തൊന്നും ഇരിക്കത്തില്ല, ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂർ, ഞാൻ സൗദി അറേബ്യയിൽ ഏകദേശം 4 മണിക്കൂർ വരെ ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കാലിന് ഒരു കഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പം കാലിന് വല്ലാത്ത ഒരു കഴപ്പ് പോലെ. അപ്പം പെതുക്കനെ എന്ത് ചെയ്തു? ബംഗാളിയെ ഒന്ന് നോക്കി. ബംഗാളി പറഞ്ഞു ബൈഠോ എന്ന് പറഞ്ഞു, ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെതുക്കനെ അവിടെ നിന്ന് ഇരുന്ന് അവരവജ്ഞയോടുകൂടെ അവരിൽ നിന്നൊക്കെ ഒന്ന് മാറി, ഞാൻ ഏതാണ്ട് വലിയ ആളാണെന്നുള്ളൊരു ചിന്തയിലും ഒന്ന് മാറിയിരുന്നു. അത് കഴിഞ്ഞപ്പം ഇരുന്നിരുന്നിരുന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു ചെറിയ മയക്കം എന്ന് പറഞ്ഞാൽ എത്ര നമ്മളൊരു കമ്പെടുത്ത് കണ്ണി വെച്ചിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാലും അതുപോലെ ഈ കണ്ണങ്ങ് അടഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്തു? കുറെ കഴിഞ്ഞപ്പോ അങ്ങ് മയക്കം കൂടി. ഞാൻ പെതുക്കനെ ഇങ്ങനെ കാർപ്പറ്റിനകത്ത് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട്, എന്നാലും ഒരു ആഗ്രഹമുണ്ട് ഇതിനകത്ത് കിടന്നുറങ്ങത്തില്ല. പക്ഷെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തലയ്ക്കങ്ങ് ഭാരം, ഉറക്കം ഇങ്ങനെ അങ്ങ് കൂടുക. ഒരു രാവിലെ ഒരു 11 മണി സമയമായി കാണും. ഇങ്ങനെ അവസാനം എന്ത് ചെയ്തു? കാർപ്പറ്റിൽ കിടന്നങ്ങ് ഉറങ്ങി. 2 മണിക്കൂർ, ഏകദേശം 1.5 മണിക്കൂർ ഞാൻ അവിടെ കിടന്നുറങ്ങി. അവസാനം എന്റെ പോലീസുകാരൻ എന്റെ പേര് വിളിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യന്റെ ഒരു സിസ്റ്റമാണ്. അവൻ നിന്ന് കഴിയുമ്പോൾ കാല് കഴിക്കും, പിന്നീട് ഇരിക്കണമെന്ന് തോന്നും, ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ചരിഞ്ഞ് കിടക്കണമെന്ന് തോന്നും, പിന്നെ ചെറുതായിട്ടൊന്ന് മയങ്ങണമെന്ന് തോന്നും. മയങ്ങി അവസാനം എന്ത് ചെയ്യും? ഉറങ്ങുവാനിടയായി തീരും. ഒരു കാര്യം ഓർത്തു കൊള്ളണം, കർത്താവായ യേശുക്രിസ്തു വരുന്നതും കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കെല്ലാം, കാത്തു കിടക്കുന്നവരുടെ രക്ഷയ്ക്കെല്ലാം, കാത്തു കിടന്ന് മയങ്ങുന്നവരുടെയോ ഉറങ്ങുന്നവരുടെയോ രക്ഷയ്ക്കല്ല. വിളിച്ചുണർത്തിക്കൊണ്ട് കർത്താവ് പോവുകയില്ല. തന്റെ കാഹളത്തിന് വേണ്ടി ഒരു ബസ് വരും ദൂരേന്ന്. പണ്ട് നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിലൂടെ ആകെ ഒരു ബസ്സല്ല വരത്തുള്ളൂ. ആ ബസ്സിന്റെ ശബ്ദം ദൂരേന്ന് കേൾക്കുമ്പം നമ്മൾ മുണ്ടെല്ലാം മടക്കി കുത്തി, കൊടയെല്ലാം റെഡിയാക്കി, ബാഗെല്ലാം കയ്യിൽ പിടിച്ച് നമ്മളിങ്ങനെ ബസ്സിനകത്ത് കയറാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത് പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി, തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും. എന്താണ് ആശിക്കുന്നത്? ഒരേ ഒരു ആശ. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ ഒരേ ഒരു ആശയുള്ളൂ, മറ്റു വേറെ ഒരു ആശകളും അവനില്ല. എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും, അവൻ പോയതുപോലെ വരും. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്കായി അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഒരുങ്ങി നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ, കാഹള ശബ്ദം കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കൊരുങ്ങാം, ജീവിതം ക്രമീകരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.